It's me, Verina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജിഞ്ചർ ലൈം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 2 വലിയ ഓറഞ്ച് കുരുവും അതിൻ്റെ പുറത്തെ നാരും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പുറത്തെ നാര് നിങ്ങൾക്ക് എത്രത്തോളം കളയാൻ പറ്റുമോ അത്രത്തോളം കളഞ്ഞെടുക്കുക. പിന്നെ കുരു എന്തായാലും കളയണം. കുരു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈമിന് എന്തായാലും ഒരു കയ്പ്പരസം വരും, അതൊട്ടും നന്നാവില്ല. അതുകൊണ്ട് കുരു കളഞ്ഞിട്ട് തന്നെ എന്തായാലും ചെയ്യാം. പിന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം കൂട്ടിയെടുക്കണമെങ്കിൽ മധുരം കൂട്ടിയെടുക്കാം, മധുരം കുറച്ചെടുക്കണമെങ്കിൽ കുറച്ചെടുക്കാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊരു 4 കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4ആയിട്ട് മുറിച്ച് വെച്ചത് കേട്ടോ. പിന്നെ ഞാനൊരു 4 ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും ഓറഞ്ച് വെച്ചിട്ട് നമുക്ക് 4 ഗ്ലാസ് ലൈമാണ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഓറഞ്ച് ജിഞ്ചർ ലൈം റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ലൈം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജ്യൂസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളം അധികം ചേർത്ത് കൊടുക്കേണ്ട, നമ്മുടെ ഓറഞ്ചിൻ്റെ ജസ്റ്റ് അടിയിൽ നിന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞും കിട്ടില്ല. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഓറഞ്ചും പഞ്ചസാരയും ജിഞ്ചറും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനൊരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഇത് അരിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ ഈ ബൗളിലോട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചും ജിഞ്ചറൊക്കെ അടിച്ച കൂട്ടത്തിൽ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ജ്യൂസായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്ന കാരണമാണ് ഞാനത് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് ജിഞ്ചർ ലൈം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.